മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനമില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളെ അവർ വേണ്ടവിധം പരിഗണിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ചുറ്റും കൂടിയിരിക്കുന്നവരുടെ മനസ്സിൽ ഒരു കുരുക്കിട്ടു എന്ന ചിന്തയോടെ ഗുരു എല്ലാവരെയും ഉറ്റുനോക്കി. വേദിയിലും സദസ്സിലും ഇരിക്കുന്നവർ ഒരേ സമയം നിശബ്ദരായി. എല്ലാവർക്കും ഒരുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാകണം. തന്റെ ആത്മീയ പ്രഭാഷണങ്ങളിൽ ഇത്തരം ചോദ്യങ്ങൾ പതിവാണ്. ഇനിയിപ്പോൾ സദസ്സിലിരിക്കുന്ന ഒരാളെ വിളിച്ചു ചോദിക്കുക തന്നെ, ഗുരു ഓർത്തു. മുൻപിലിരിക്കുന്ന ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഗുരു ചോദിച്ചു, താങ്കൾക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊന്ന് പരിങ്ങിയെങ്കിലും അയാൾ പറഞ്ഞു, എത്രയോ തവണ, പലരുടെ അടുത്ത് നിന്നും. പിന്നെ സ്ഥിരമായപ്പോൾ അതിനോടങ്ങ് പൊരുത്തപ്പെടാൻ പഠിച്ചു. ഉത്തരം കേട്ട ഗുരു കൗതുകത്തോടെ ചോദിച്ചു, എങ്ങനെയാണ് പൊരുത്തപ്പെട്ടതെന്ന് പറയാൻ കഴിയുമോ? ദയനീയത നിറഞ്ഞ മുഖഭാവത്തോടെ അയാൾ പറഞ്ഞു തുടങ്ങി, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ലല്ലോ ഗുരു. അത് ഓരോരുത്തരുടെയും തിരഞ്ഞെടുപ്പുകളല്ലേ. ആ തിരഞ്ഞെടുപ്പിനുള്ള കാരണങ്ങളിൽ നമ്മൾ അയോഗ്യരായിരിക്കും എന്നതുകൊണ്ടാകുമല്ലോ അവർക്ക് നമ്മൾ വേണ്ടപ്പെട്ടവരല്ലാതായി പോകുന്നത്. അയാളുടെ നിരാശ നിറഞ്ഞ വാക്കുകൾ കേട്ട് ഗുരു പറഞ്ഞു, താങ്കൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ പൂർണ്ണമായും ശരിയല്ല. എവിടെയാണ് തെറ്റിയതെന്ന ചിന്തയോടെ അയാൾ നിന്നു. ഗുരു തുടർന്നു, ഇരിക്കൂ, പറഞ്ഞുതരാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കാൻ എല്ലാവർക്കും കഴിയണമില്ല എന്ന് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. അത് അവരവരുടെ ഇഷ്ടവും തിരഞ്ഞെടുപ്പുകളുമാണ്. പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾ അയോഗ്യരാകുന്നത് കൊണ്ടാണ് നമുക്ക് അവരുടെ ജീവിതത്തിൽ സ്ഥാനമില്ലാത്തതെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ആരും ഒരു കാരണങ്ങൾ കൊണ്ടും അയോഗ്യരാകുന്നില്ല. അത് നമ്മുടെ ചിന്തകളുടെ ഫലമായുണ്ടാകുന്ന ചില തോന്നലുകൾ മാത്രമാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വയം നമ്മെ വില കുറച്ചു കാണുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മെ തന്നെ താഴ്ത്തിക്കെട്ടും പോലെയായി പോകുമത്. അത്തരം ചിന്തകൾ വ്യക്തിജീവിതത്തിലും തൊഴിൽ മേഖലയിലും നിങ്ങളെ ഒരുപോലെ ബാധിക്കും. താൻ ഒന്നിനും കൊള്ളില്ല, പോരാ എന്ന അപഹർഷതാബോധം ഉള്ളിൽ വന്ന് നിറയാൻ കാരണമാകും. ഗുരു പറഞ്ഞത് ശരിയാണെന്ന് എല്ലാവർക്കും ഒരുപോലെ തോന്നി. അങ്ങനെയെങ്കിൽ ഗുരു, മറ്റുള്ളവർ നമ്മൾക്ക് ഒരു പ്രയോറിറ്റി തരാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? സദസ്സിന്റെ മുൻനിരയിൽ ഇരുന്ന ഒരാൾ ചോദിച്ചു. ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഗുരു പറഞ്ഞു തുടങ്ങി, തീർച്ചയായും അതിന് ചില വിദ്യകളുണ്ട്. അത് വശത്താക്കിയാൽ ഒരു പരിധി വരെ മറ്റുള്ളവർ നിങ്ങളെ തേടി വരുന്നതായി കാണാം. എന്താണെന്ന് പറഞ്ഞാലും ഗുരു, എല്ലാവരും ഒരേ സ്വരത്തിൽ ആകാംക്ഷയോടെ ചോദിച്ചു. അതിന് 8 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കൃത്യമായി ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു പ്രയോറിറ്റി പേഴ്സണായി മാറുന്നതാണ്. നമ്പർ 1, ക്രിയേറ്റ് ദ ഫിയർ ഓഫ് ലൂസിംഗ് യു. മറ്റുള്ളവരാൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ പവർഫുൾ സൈക്കോളജിക്കൽ ടെക്നിക്കാണിത്. നമ്മൾ ആഗ്രഹിക്കുന്ന ആളെ നേടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ നഷ്ടപ്പെടുമോ എന്ന ചിന്ത എല്ലാ മനുഷ്യരിലും പൊതുവേ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ അവർക്ക് പ്രെയർ പേഴ്സൺ ആയിരിക്കണമെങ്കിൽ നമ്മളെ അവർക്ക് നഷ്ടപ്പെടുമെന്ന ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഒരു ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ എന്താണ് ഗുരു ചെയ്യുക? വൈകാരികമായി അവരിൽ നിന്നും അകന്നു തുടങ്ങണം. ഇതിനർത്ഥം അവരെ ഒഴിവാക്കണമെന്നല്ല. നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക വ്യഥ, നിങ്ങളിൽ ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങൾ തുടങ്ങി നിരന്തരമായി നിങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ പതിയെ പതിയെ അവസാനിപ്പിക്കുക. അവരിലേക്ക് മാത്രം ഒതുങ്ങിയിരുന്ന നിങ്ങളുടെ ലോകം മറ്റുള്ളവരിലേക്കും കൂടി വ്യാപിപ്പിക്കാൻ തക്കവണ്ണം നിങ്ങൾ പ്രവർത്തിക്കുക. ഇതിനായി മറ്റു മനുഷ്യരുമായി സൗഹൃദത്തിലാവാം. നിങ്ങളുടെ മനോവിചാരങ്ങൾ, വികാരങ്ങൾ ഒക്കെ പങ്കുവയ്ക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ അവരിൽ ഒരു തോന്നൽ വരും. അവർ കരുതും പോലെ നിങ്ങൾക്ക് അവർ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയല്ലെന്ന്. ഇത് വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കാണ്. പക്ഷേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൈവിട്ടു പോകാനും സാധ്യതയുണ്ട്. അതെങ്ങനെയാണ് ഗുരു അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക? നിങ്ങൾ ഒരുപാട് അവരിൽ നിന്നും അകലാൻ ശ്രമിച്ചാൽ നിങ്ങളിലേക്ക് അടുക്കാനുള്ള ശ്രമം അവർ ഉപേക്ഷിച്ചെന്ന് വരാം. പിന്നെ നിങ്ങൾ ഒരു കോംപ്രമൈസിന് ചെന്നാൽ പോലും തിരിച്ചു വരാൻ അവർ താല്പര്യപ്പെട്ടില്ലെന്നും വരാം. അതുകൊണ്ട് ബുദ്ധിപൂർവം ഈ മെത്തേഡ് ഉപയോഗിക്കുക. അങ്ങനെയെങ്കിൽ ഗുരു, രണ്ടാമത്തെ ടെക്നിക്ക് എന്താണ്? അവോയ്ഡ് ബീയിങ് ഓൾവേസ് അവൈലബിൾ. ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി എന്നത് നമ്മൾ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ഓർക്കേണ്ടുന്ന ഒന്നാണ്. നമ്മൾ എളുപ്പത്തിൽ മറ്റുള്ളവർക്ക് അവൈലബിൾ ആയിരിക്കുമ്പോൾ നമ്മളെ എപ്പോൾ സമീപിച്ചാലും കിട്ടും എന്നൊരു ബോധം അവരുടെ ഉള്ളിൽ വരും. നമ്മൾ എത്ര അവൈലബിൾ ആയിരിക്കുന്നോ അത്രയും മനുഷ്യർ നമ്മളെ നിസ്സാരമായി കാണാൻ തുടങ്ങും.
ഇതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അവൈലബിൾ ആയിരിക്കുക എന്നതല്ല. മറ്റുള്ളവരെ നോക്കിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള സമയം കണ്ടെത്തുക. അവർക്കും അപ്പുറം നിങ്ങൾക്ക് ഒരു ജീവിതമുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ അവരെ നോക്കിയിരിക്കാതെ തന്നെ അവർ നമ്മുടെ സാന്നിധ്യത്തിനായി ആഗ്രഹിക്കും. ഇതത്ര എളുപ്പമാവില്ല. അവരിലേക്ക് ചെന്നുകൊണ്ടിരിക്കാൻ സ്വാഭാവികമായ ഒരു ടെൻഡൻസി നമുക്കുണ്ടാകും. അത് പതിയെ പതിയെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. നമ്പർ 3, മെയിൻറ്റെയിൻ സം മിസ്റ്ററി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാം, ഒരു ബന്ധത്തിൽ ആദ്യം ഉണ്ടാവേണ്ടത് സത്യസന്ധതയല്ലേ, അവിടെ എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നത് തെറ്റല്ലേ എന്നൊക്കെ. പക്ഷെ അല്ല. അതെങ്ങനെയാണ് ഗുരു സത്യസന്ധത പുലർത്തിക്കൊണ്ട് നിഗൂഢമായിരിക്കാൻ കഴിയുക? അതൊരു സാധാരണ മനുഷ്യന് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണോ? ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അല്ല. മനുഷ്യർ കൂടുതലും നിഗൂഢതയിലാണ് ആകൃഷ്ടരാകുന്നത്. അറിയാത്ത ഒന്നിനോട് തോന്നുന്ന ആരാധന എന്നൊക്കെ പറയാം. തുടക്കത്തിലെ ഒരാളോട് നമ്മളെപ്പറ്റി എല്ലാം പറയരുത്. കുറച്ച് കുറച്ചായിട്ട് പറയാം. നമ്മുടെ ഹോബീസ്, ഇൻട്രസ്റ്റ് ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് ഓരോ ഹിന്റുകൾ കൊടുക്കാം. അങ്ങനെ പതിയെ പതിയെ നമ്മളെപ്പറ്റി കൂടുതൽ അറിയാൻ അവർക്ക് താല്പര്യം തോന്നുകയും അറിയാൻ ശ്രമിക്കുകയും ചെയ്യും. അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കൊടുക്കാതെ, നിങ്ങളുടെ ഭൂതകാലം വെളിപ്പെടുത്താതെ അവർക്ക് മുന്നിൽ നിങ്ങൾ ഒരു മിസ്റ്റീരിയസ് പേഴ്സൺ ആയിട്ട് നിൽക്കണം. ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്താണ്? അവർ നമ്മളെപ്പറ്റി കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക എന്നതല്ലേ? അങ്ങനെ അവർ ശ്രമിക്കും തോറും അവരറിയാതെ നമ്മൾ അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കും. 4th ടെക്നിക്, അലോ ദിം ടു ഇൻവെസ്റ്റ് ഇൻ യു. ഇതുവരെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തവും എന്നാൽ വളരെ ബുദ്ധിപൂർവവും ശ്രദ്ധയോടെയും ചെയ്യേണ്ടുന്ന ഒരു മെത്തേഡാണിത്. നിങ്ങൾക്ക് മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്താൻ കഴിയില്ല, എന്നാൽ അടുപ്പിച്ചു നിർത്താൻ സാധിക്കും. ആലോചിക്കൂ, ആരാണ് നിങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത്? ആരാണ് അതിനായി ഒരു എഫർട്ട് ഇടുന്നത് എന്ന്? നമ്മളിൽ അവർ കാണിക്കുന്ന താല്പര്യം പോലെയിരിക്കും അവരുടെ ജീവിതത്തിൽ അവർ നമുക്ക് തരുന്ന വിലയും. ഈ മെത്തേഡ് പല രീതിയിൽ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, അവരുടെ വിലപ്പെട്ട സമയം നിങ്ങൾക്കായി മാറ്റിവെക്കുക, നിങ്ങളെ കൂട്ടി ഒരിടത്തേക്ക് പോവുക, നിങ്ങളുടെ സമയവും വിലപ്പെട്ടതാണെന്ന ബോധ്യം അവരിൽ ഉണ്ടാക്കിയെടുക്കുക. മുമ്പേ പറഞ്ഞതുപോലെ അവൈലബിൾ ആകാതെ ഇരിക്കുക. അവർ അവരുടെ സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കട്ടെ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകും. എന്താണെന്ന് വെച്ചാൽ, അത്ര പെട്ടെന്നൊന്നും നിങ്ങളെ കിട്ടുകയില്ല. നിങ്ങളുടെ സമയത്തിന് വിലയുണ്ട് എന്നതിനാൽ അത് നേടിയെടുക്കാൻ എഫേർട്ട് ഇടേണ്ടി വരുമെന്നത്. ഇതൊരു ചാലഞ്ചായിട്ട് എടുക്കുകയും നിങ്ങൾക്ക് പ്രയോറിറ്റി തരാൻ തുടങ്ങുകയും ചെയ്യും. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഒരു പരിധി വിട്ട് ഈ ടെക്നിക്ക് ഉപയോഗിക്കാതെ ഇരിക്കുക. അങ്ങനെ ചെയ്താൽ അവർ നിങ്ങളിൽ ആശ്രിതരാകാൻ തുടങ്ങും. നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അതിന് വിപരീത ഫലം ഉണ്ടാകും. 5th ടെക്നിക്, പ്രയോറിറ്റൈസ് യുവർ നീഡ്സ് ആൻഡ് ക്രിയേറ്റ് യുവർ ഓൺ ഹാപ്പിനെസ്. ഇതിനർത്ഥം സ്വാർത്ഥരാകുക എന്നതല്ല. ഒരു വ്യക്തി നിങ്ങളെ വേണ്ടത്ര മാനിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ തിരിച്ച് അവരോട് നല്ല രീതിയിൽ നിൽക്കുന്നത്? നിങ്ങളെ പ്രധാനപ്പെട്ട ഒരാളായി കാണുന്ന ആളുകൾക്കിടയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അതിലൊരു വിലയുള്ള മനുഷ്യനാണെന്ന ബോധം നിങ്ങളിൽ സ്വയം ഉണ്ടായി തുടങ്ങും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്തെന്നാൽ, ഒരാൾക്ക് നിങ്ങളോടുള്ള വികാരം എന്തോ അത് നിങ്ങൾക്ക് നിർവചിക്കാനോ നിയന്ത്രിക്കാനോ കഴിയുന്നതല്ല എന്നതാണ്. നിങ്ങൾക്ക് സ്വയം നിങ്ങളെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്നത് മാത്രമാണ് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളത്. മറ്റൊരാളുടെ ജീവിതത്തിൽ പ്രയോറിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ ആദ്യം സ്വന്തം ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കാൻ പഠിക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക. മറ്റൊരാളിൽ നമ്മുടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാൽ മുന്നോട്ടുള്ള യാത്രയിൽ അത് നമ്മളിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. നിരാശയുടെ പടുകുഴിയിലേക്ക് തന്നെ വീണുപോയെന്നും വരാം. നമ്മുടെ ജീവിതം അർത്ഥമുള്ളതാകുന്നത്, നിറമുള്ളതാകുന്നത് നമ്മൾ നമ്മെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ്. അങ്ങനെ വന്നു ചേരുന്ന സന്തോഷത്തിലാണ് നമ്മൾ യഥാർത്ഥമായ ജീവിതം ജീവിക്കാൻ തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കുക. നമ്പർ 6, ഡോണ്ട് മേക്ക് ദം ദ സെന്റർ ഓഫ് യുവർ ലൈഫ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, എന്തൊക്കെയുണ്ടെങ്കിലും തനിക്കില്ലാത്തതെന്തോ അതിനായി മനുഷ്യൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമെന്ന്? അത് സത്യമല്ലേ? നിങ്ങളും അങ്ങനെ ആഗ്രഹിക്കാറില്ലേ? ഉണ്ട് ഗുരു. ഇല്ലാത്തത് നേടിയെടുക്കാനുള്ള ഓട്ടമാകും പിന്നെ അങ്ങോട്ടുള്ള ജീവിതമാകമാനം. അതെ, ഇത് വ്യക്തിബന്ധങ്ങളിലും ബാധകമാണ്. നമുക്കിഷ്ടം തോന്നുന്ന ഒരു വ്യക്തിയെ സ്വന്തമാക്കാൻ നമ്മൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാകും. പ്രണയബന്ധങ്ങളിൽ പലപ്പോഴും നമ്മൾ ഇത് കാണാറുമുണ്ട്. അതേപോലെ നമ്മളിൽ ഒരാൾ ആകൃഷ്ടരായാൽ നമ്മളെ സ്വന്തമാക്കാൻ അവരും ആഗ്രഹിക്കും. ഈ സമയം നമ്മൾ ബുദ്ധിപൂർവം കുറച്ച് അകലം പാലിച്ചു നിൽക്കണം. അപ്പോൾ അവർ നമ്മെ തേടി വരും, നമ്മുടെ സാന്നിധ്യത്തിനായി കൊതിക്കും. അങ്ങനെ നിങ്ങളെ ശ്രദ്ധിക്കുന്നതിനായി അവരുടെ പിന്നാലെ പോവേണ്ടതില്ല.
അവർ നിങ്ങൾക്ക് പിന്നാലെ വരികയും നിങ്ങൾക്ക് വേണ്ടത്ര വില തരികയും ചെയ്യും. നമ്പർ 7. സ്റ്റോപ്പ് ഇനിഷ്യേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഓൾ ദി ടൈം. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലുള്ള ഒരു ബന്ധത്തിൽ നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് ഒരു സംഭാഷണം തുടങ്ങി വെക്കാറുള്ളത്? മുൻപിലിരിക്കുന്ന ഒരു വ്യക്തിയെ ചൂണ്ടി ഗുരു ചോദിച്ചു. അത് ഞാൻ തന്നെയാണ് ഗുരു. അവൾ എപ്പോഴും തിരക്കാവും. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലും, വിളിക്കും, സംസാരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരിക്കൽ പോലും ഒരു ഈഗോ പ്രശ്നം തോന്നിയിട്ടില്ലേ? ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നിന്നിട്ട് അയാൾ പറഞ്ഞു, തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു ബന്ധം നിലനിന്ന് പോകാൻ ആരെങ്കിലും ഒരാളെങ്കിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ? ഗുരു ഒന്ന് പുഞ്ചിരിച്ചു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ എല്ലായ്പ്പോഴും ഒരാൾ തന്നെ തോറ്റുകൊടുത്തുകൊണ്ടിരുന്നാലോ? മറ്റേയാൾ അതൊരവസരമാക്കിയെടുത്ത് നിങ്ങളുടെ സ്നേഹത്തെ ചൂഷണം ചെയ്യില്ലേ? ശരിയാണ് എന്ന ഉറപ്പോടെ അയാൾ തലയാട്ടി. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഈ എഫർട്ട് കുറയ്ക്കണം. ഇതിനർത്ഥം വിളിക്കരുത്, ബന്ധം ഉപേക്ഷിക്കണം എന്നല്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലാതാകുമ്പോൾ അവർ ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, വിലമതിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഓർക്കും, തേടി വരും. അവിടേക്ക് നൽകിക്കൊണ്ടിരുന്നതിന്റെ ഇരട്ടി എഫർട്ട് അവർ ഇങ്ങോട്ട് നൽകും. ഇങ്ങനെ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ബന്ധത്തിൽ പോലും ആ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങും. നമ്പർ 8. ബി വില്ലിംഗ് ടു വാക്ക് അവേ. ഇതുവരെ പറഞ്ഞതുപോലെ എളുപ്പത്തിൽ കഴിയുന്ന ഒന്നല്ല ഇത്. ഇതൊരു ടെക്നിക് എന്നതിലുപരി അക്സെപ്റ്റൻസ് കൂടിയാണ്. നമ്മൾ സ്വയം നമ്മളിൽ തന്നെ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ അടയാളമാണ്. അപാരമായ ധൈര്യവും മനസാന്നിധ്യവും ഇതിനാവശ്യമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളിൽ നിന്നും ഇറങ്ങിപ്പോകാൻ നിങ്ങളിൽ എത്ര പേർക്ക് ധൈര്യമുണ്ടാകും? ആത്മവിശ്വാസത്തോടെ ഒരു കൈ പോലും ഉയർന്നു കണ്ടില്ല എന്നതിൽ ഗുരുവിന് നിരാശ തോന്നി. അദ്ദേഹം തുടർന്നു. മനുഷ്യർ വികാരങ്ങൾക്ക് അടിമപ്പെട്ടവരാണ്. അവർ തങ്ങളുടെ യഥാർത്ഥ കരുത്ത് ഒരിക്കലും മനസ്സിലാക്കാറില്ല. സ്നേഹം നിർമ്മലമായ ഒന്നാണ്. പക്ഷെ അതിനടിമപ്പെട്ടാൽ വിഷയവുമാകാം. നിങ്ങളെ തന്നെ അത് കാർന്നു തിന്നാം. നമ്മെ സ്നേഹിക്കാത്ത, വില തരാത്ത ഒരാളിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതിൽ തെറ്റില്ല. പക്ഷേ ആ ഒരു പടി മുന്നിലേക്ക് കടക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നാണ് അതിനർത്ഥം. ഒരു തീരുമാനമെടുക്കുമ്പോൾ നമുക്ക് ശരിയായത് മറ്റുള്ളവരുടെ കണ്ണിലും ശരിയാവണമെന്നില്ല. പക്ഷേ നമ്മുടെ മനസ്സമാധാനവും സന്തോഷവും നമ്മുടെ മാത്രം നിയന്ത്രണത്തിലാണെന്ന ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ എല്ലാം ജീവിത ലക്ഷ്യങ്ങൾ പലതാണ്, സ്വഭാവം പലതാണ്. എല്ലാവരും പരസ്പരം എല്ലാ രീതിയിലും വ്യത്യസ്തരുമാണ്. ആരുടെയും വാലിഡേഷനിലല്ല നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. നമ്മുടെ പ്രവൃത്തികളിലും ചിന്തകളിലുമാണ്. അതിനാൽ വ്യക്തിത്വ വികസനത്തിന് ഈ 8 കാര്യങ്ങൾ പ്രാവർത്തികമാക്കി നോക്കൂ. അതിശയകരമാം വിധം നിങ്ങളുടെ ജീവിതം മാറുന്നതായി കാണാം.